ലെറ്റർ മാത്ത് എന്ന 11ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 174 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ സീ ദ പിക്ചർ, ഇതുപോലത്തെ പിക്ചർ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ദ ഫസ്റ്റ് പിക്ചർ ഈസ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. അതായത് ആദ്യത്തെ പിക്ചറിൻ്റെ അതൊരു സ്ക്വയറാണ്, അതിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ സെക്കൻഡ് പിക്ചർ ഈസ് എ റെക്റ്റാങ്കിൾ മെയ്ഡ് ബൈ ജോയിനിങ് ടുഗദർ ടു സച്ച് സ്ക്വയേഴ്സ്. അതായത് രണ്ടാമത്തെ പിക്ചർ ഇതുപോലത്തെ 2 സ്ക്വയേഴ്സ് ചേർത്ത് ഉണ്ടാക്കിയ റെക്റ്റാങ്കിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദ തേർഡ് പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ റെക്റ്റാങ്കിൾ മെയ്ഡ് ബൈ ജോയിനിങ് ടുഗദർ. അതായത് റെക്റ്റാങ്കിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ 3 സ്ക്വയർസ് ചേർത്ത റെക്റ്റാങ്കിളാണ് 3ാമത്തെ പിക്ചറിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും, നന്നായിട്ട് വായിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് 1ാമത്തെ ചോദ്യം? ഇതിൽ കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ എന്നാണ് അല്ലേ. അടുത്ത 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പെരിമീറ്റർ ഓഫ് ഈച്ച്, ഓരോന്നിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പെരിമീറ്റർ കാണാൻ 1ാമത്തേൻ്റെ കാണാൻ എന്ത് ചെയ്താൽ മതി? അത് 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ എല്ലാ സൈഡും എന്താണ്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 + 1, അതായത് നമുക്ക് എത്ര കിട്ടും? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും കൂടി കൂട്ടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി രണ്ടാമത്തേതിൻ്റെ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് തന്നെയാണ്? 1 സെൻറ്റിമീറ്റർ. ഇനി നമ്മളിതിൻ്റെ ഇവിടെ 1 + 1 ഇങ്ങനെ ഓരോന്ന് 1 എഴുതേണ്ട ആവശ്യമുണ്ടോ? അതില്ലല്ലേ. നമ്മൾ 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ അല്ലേ, എന്താണ് ഈ 2 ഭാഗത്തെയും എന്തായിരിക്കും? എന്താണ് ഇതെന്താണോ ഇത് തന്നെയല്ലേ ഇവിടെയും വരിക. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഈക്വലാണ്. അപ്പോൾ ഇവിടെ മൊത്തം ലെങ്ത് എത്ര കിട്ടി? 2 അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 2. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡും എന്ത് തന്നെയാണ്? 2. പിന്നെന്താണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്ര വരും? ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ 1 + 1 നമുക്ക് എത്ര കിട്ടും? 2 2 4 4 5 1 6 6 സെൻറ്റിമീറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 കൊടുക്കാം, 1 കൊടുക്കാം. അങ്ങനെ ഇവിടെ 1 അങ്ങനെ എല്ലായിടത്തിലും 1 എഴുതിയിട്ടും ചെയ്യാം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെയും 1, ഇവിടെയും 1 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 3ാമത്തേതിൽ മൊത്തത്തിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതൊരു അതായത് 3 സ്ക്വയേഴ്സ് കൂടി ചേർത്തിട്ടുള്ള എന്താണ്? ഒരു റെക്റ്റാങ്കിളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? 3. അപ്പോൾ 3. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡും എന്ത് തന്നെയാണ്? 3 അല്ലേ. 3 + ഇതിൻ്റെ ബ്രെഡ്ത്ത് ഇവിടെ 1 ആണ് അല്ലേ. 1 ഇവിടെ എന്ത് തന്നെയാണ്? 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 3 6 1 7 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഈ 3 ചിത്രത്തിൽ എന്ത് കണ്ടുപിടിച്ചു? പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ മെയ്ഡ് ബൈ ജോയിനിങ് ടുഗദർ ടു 4 സച്ച് സ്ക്വയേഴ്സ്. ഇങ്ങനെ ഇതുവരെ 3 ചെയ്തു. ഇനി പറഞ്ഞാൽ 4 അങ്ങനത്തെ ഇതുപോലത്തെ സ്ക്വയേഴ്സ് വെച്ചുണ്ടാക്കിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്നും 5 വെച്ചിട്ടുണ്ടാക്കിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്നാണ് ചോദ്യം അല്ലേ. നമുക്ക് ഇവിടെയൊക്കെ അറിയാം 1 സെൻറ്റിമീറ്റർ ആണെന്നല്ലേ. അതൊക്കെ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 4 സ്ക്വയേഴ്സ് ചേർത്തിട്ട് ഇത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? റെക്റ്റാങ്കിളായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് എന്ത് ഓരോന്നും ഇങ്ങനെ കൂട്ടുണ്ടല്ലേ. 1 + 1 + 1 അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ എത്ര വരും? 4 വരും അല്ലേ. അപ്പോൾ ഇവിടെ 4 വന്നു 4. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും എന്ത് തന്നെയാണ്? 4. അപ്പോൾ ഇവിടെയും 4 വരും 4. ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ 1 വന്നാൽ ഇവിടെയും 1 1 + 1. അപ്പോൾ 4 + 4 8 8 + 1 9 10 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ 4 വരുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. ഇനി അടുത്ത് ഇവിടെ അങ്ങനെ തന്നെ 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിനെ 1 അതെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും അല്ലേ. 5. അപ്പോൾ ഇവിടെ 5 ഇവിടെ 5 വന്നാൽ ഇവിടെ എന്ത് തന്നെ വരും? 5 ഓപ്പോസിറ്റും 5. പിന്നെ ഇതാ ഇവിടെ 1 ആണ് അല്ലേ. ഇവിടെ 1. അപ്പോൾ 1 + 1 അപ്പോൾ എത്ര കിട്ടും? 5 5 10 11 12 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 1 വന്നപ്പോൾ എത്ര കിട്ടിയത്?
അതായത് ഒരു സ്ക്വയർ വന്നപ്പോൾ 4, 2 സ്ക്വയർ അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ 6, 8 പിന്നെ 10, 12 എന്നുള്ള പെരിമീറ്റർ കിട്ടിയിട്ടുണ്ട്. മേക്ക് എ ടേബിൾ, അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മേക്ക് എ ടേബിൾ ഓഫ് സ്ക്വയേഴ്സ് യൂസ് ടു മേക്ക് ദ റെക്റ്റാങ്കിൾസ് ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ദ പെരിമീറ്റർ? ഈച്ച് ദ റിലേഷൻ റീസൺ ഫോർ ദ റിലേഷൻ എന്നാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മുടെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇവിടെ അല്ലേ 1 ആയിരുന്നു അതിൽ. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് 1 ടേബിളൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പെരിമീറ്റർ എന്താ വന്നത്? നമുക്ക് 4 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ പെരിമീറ്റർ. പിന്നെ അടുത്തത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇവിടെ 2 വന്നു അല്ലേ 2. അപ്പോൾ എന്താണ് പെരിമീറ്റർ? നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നീളം ഇവിടെ 2 കിട്ടി, ലെങ്ത്ത് 2, 2 + 2 4, 4 + 1 5 6 അല്ലേ. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. 3 വന്നപ്പോൾ നമുക്ക് എത്രയാണ് നേരത്തെ കിട്ടിയത്? ഇവിടെ 4 ആണ് അല്ലേ. അപ്പോൾ സോറി, ഇത് മൂന്നാമത്തേൽ ഇവിടെ 3 + 3 6 7 8 അല്ലേ. 8 എന്ന് കിട്ടിയിട്ടുണ്ട്. 4 വന്നപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെ 4, 4 + 4 8 9 10 അല്ലേ 10. ഇനി ഇവിടെ 5 വന്നപ്പോൾ ഇവിടെ 5, 5 + 5 10 പിന്നെന്താണ് 10 11 12. അങ്ങനെയാണെങ്കിൽ 12 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? പെരിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് അല്ലേ. അതായത് നമ്പർ ഓഫ് സ്ക്വയേഴ്സും എന്താ പെരിമീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതല്ലേ ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. ഇവിടെ എന്താണ് ലെങ്ത്ത് വന്നിട്ടുള്ളത്? 1 അല്ലേ, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്തും എന്ത് തന്നെയാണ്? 1 ആണ് വന്നത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ ഇതിൻ്റെ ലെങ്ത്ത് 2 വന്നിട്ടുണ്ട് അല്ലേ, 2 ആണ് വന്നത്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്താ വന്നത്? 1. മൂന്നാമത്തെ പിക്ചറിൽ എന്താണ് വന്നിട്ടുള്ളത്? 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ, 3. ഇവിടെ 1 തന്നെയാണ്. നാലാമത്തേത് ഇതാ 1 2 3 4 4 1. ഇവിടെ 5. അഞ്ചാമത്തതിൽ എന്താണ്? 5 ആണ് അല്ലേ. അതായത് ലെങ്ത്ത് എന്തെന്നെ വന്നത്? 5. ഇവിടെ 5. ഇവിടെ എത്ര കിട്ടിയത്? 1. നമുക്ക് പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ, അതായത് നമ്മളിപ്പോൾ ഇതെന്താ ചെയ്തത്? ഇതിനൊക്കെ 2 പ്രാവശ്യം ഇവിടെ കൂട്ടി കൊടുത്തു അല്ലേ. അതായത് 1 + 1, അതായത് ഇതിൻ്റെ ലെങ്ത്ത് 2 പ്രാവശ്യം കൂട്ടി, ഇതിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ 2 പ്രാവശ്യം കൂട്ടി. അപ്പോൾ അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പെരിമീറ്റർ = നമുക്ക് എന്ത് എഴുതാം? അതായത് ഈ ലെങ്ത്ത് ബ്രെഡ്ത്ത് അല്ലേ, ലെങ്ത്ത് + ബ്രെഡ്ത്ത് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്യാമല്ലേ. അതായത് അല്ലെങ്കിൽ ലെങ്ത്ത് + ബ്രെഡ്ത്ത് ഇൻറ്റു 2, അതായത് 2 × ലെങ്ത്ത് + ബ്രെഡ്ത്ത്. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തിട്ട് നമ്മൾ 2 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്റർ സമം എന്താണ്? 2 × L + B. അപ്പോൾ നമുക്ക് അത് ഇവിടെ നോക്കി നോക്കാം. അതായത് അങ്ങനെ പെരിമീറ്റർ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പെരിമീറ്റർ, അതായത് ഇതിൻ്റെ പെരിമീറ്റർ നമ്മൾ 2 അതുപോലെ തന്നെ എഴുതി. ഇതിൻ്റെ ലെങ്ത്ത് 1 അല്ലേ, 1 + 1. നമുക്ക് എന്തെന്നെ കിട്ടും? 1 + 1 2, 2 × 2 4. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു 4. ഇനി ഇതാ ലെങ്ത്ത്, അതായത് 2 × L + B എന്നല്ലേ. എല്ലിന് പകരം എന്ത് കൊടുക്കാം? ഇവിടെ ലെങ്ത്ത് 2 ആണല്ലേ, 2 പ്ലസ് എന്താണ്? B ഇവിടെ എന്തിനാണ്? 1 ആണ്. അപ്പോൾ 2 + 1 3, 3 × 2 6. പിന്നെ 2 ഇവിടെ L + B ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്ര എഴുതി? 3 പ്ലസ് ബ്രെഡ്ത്ത് 1. 3 + 1 4, 4 × 2 8. ഇനി 2 അടുത്തത് ഇതിൻ്റെ ലെങ്ത്ത് 4, ലെങ്ത്ത് + ബ്രെഡ്ത്ത്, ലെങ്ത്ത് 4, ബ്രെഡ്ത്ത് എത്രയാണ്? 1 പ്ലസ് 4 + 1 5, 5 × 2 10. ഇനി അടുത്തത് 2, ഇതിൻ്റെ ലെങ്ത്ത് 5, അതിൻ്റെ ബ്രെഡ്ത്ത് 1. 5 + 1 6, 6 × 2
12 അല്ലേ. നേരത്തെ കിട്ടിയ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവ നമുക്കിവിടെ ഇതിന് പകരം എങ്ങനെ എഴുതാം? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 1 2 3 4 5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതായത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണല്ലേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എങ്ങനെ കൊടുക്കാം? പെരിമീറ്റർ സമം എന്തെഴുതാം? 2 ഇൻറ്റു ഈ 1 2 3 4 5 എന്ന് പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് പ്ലസ് 1 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ പെരിമീറ്റർ സമം, അപ്പോൾ പെരിമീറ്റർ ഇസ് ഇക്വൽ ടു എന്ത് എഴുതാം? 2 ഇൻറ്റു ഇതിന് പകരം എന്ത് എഴുതാം? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് പ്ലസ് 1 ആണ് കേട്ടോ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് പ്ലസ് 1. ഇതാണ് ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് നോക്കാം. നാലാമത്തെ കേട്ടോ, 3ആണ് ഇപ്പോൾ ചെയ്തത് ഈ ആൻസർ കേട്ടോ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ denoting the number of squares by S and the perimeter by P, write the relation between them. അതായത് ഇവിടെ പെരിമീറ്റർ എന്ന് പറഞ്ഞത് പി എന്ന് എടുക്കാൻ പറഞ്ഞു. ഇതിനെ നമ്മൾ പി വെച്ച് ഡിനോട്ട് ചെയ്യാനും ഇതിനെ നമ്പർ ഓഫ് സ്ക്വയേഴ്സിനെ എസ് എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കണം. നമ്പർ ഓഫ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എസ്, പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ത് കൊടുക്കുക? പി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി സിക്വൽ ടു, അതായത് പെരിമീറ്ററിന് പകരം എന്ത് കൊടുക്കാം? പി സിക്വൽ ടു എന്താണ്? 2 ഇൻറ്റു 2. അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് പകരം എന്ത് കൊടുക്കാം? എസ് എന്ന് കൊടുക്കാനാണ് പറഞ്ഞത് അല്ലേ. എസ് പ്ലസ് എന്താണ്? 1 എന്ന് കൊടുക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുമ്പോൾ വരിക പി സിക്വൽ ടു 2 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന്. അപ്പോൾ 4-ലെ എത്രാമത്തെ? 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കണത് 5. ടു ഗെറ്റ് എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ, ഹൗ മെനി സ്ക്വയേഴ്സ് മസ്റ്റ് ബി ജോയിൻഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഉള്ള അതായത് സ്ക്വയേഴ്സ് എന്താ ചേർത്ത് വെച്ച് നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പെരിമീറ്റർ 1 മീറ്റർ ആയിരുന്നു. 1 മീറ്റർ അങ്ങനെയാണെങ്കിൽ എത്ര സ്ക്വയേഴ്സ് ജോയിൻ ചെയ്യണം എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ അപ്പോൾ പെരിമീറ്റർ ആണ് എന്ത്? 1 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ പെരിമീറ്റർ കാണാൻ ഇപ്പം നമ്മൾ നേരത്തെ എന്ത് എഴുതി? പെരിമീറ്റർ എന്താണ് എഴുതിയത്? അപ്പം നമ്മൾ നേരത്തെ ചോദ്യത്തിൽ എഴുതിയില്ലേ. അതായത് അതിൻ്റെ 2 ഇൻറ്റു, അതായത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, അതിന് പകരം എന്ത് എഴുതാം? നമുക്ക് എസ് പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ. എസ് പ്ലസ് 1, അതായത് 2 ഇൻറ്റു എസ് പ്ലസ് 1 ആണ് എന്ത്? ഈ 100 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതി കൊടുക്കാം. 2 ഇൻറ്റു എസ് പ്ലസ് 1 സമയം നമുക്ക് 100 കിട്ടിയിട്ടുണ്ട്. 100 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ നമുക്ക് അത് എഴുതി കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നാൽ ഇതിനെ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 100/2 എഴുതാം. എസ് പ്ലസ് 1 ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 100/2. അപ്പോൾ എത്ര കിട്ടും? എസ് പ്ലസ് 1 ഇസ് ഇക്വൽ ടു എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എസ് ആണ് അല്ലേ. എസ് ഇസ് ഇക്വൽ ടു 50, ഇത് പ്ലസ് 1 ആണ്, ഇവിടെ -1, അപ്പോൾ 49. അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്ര വരും? നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇക്വൽ ടു 49. അപ്പോൾ 49 കേട്ടോ. അപ്പോൾ ഇതാണ് ആൻസർ വരിക. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.